ദൈവസഭയുടെ വലിയ ഇടയനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം പ്രശാന്ത സുന്ദരമായ ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം പകലിൽ മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃസന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന അനുഗ്രഹീതരായ യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലകളായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ എല്ലാവർക്കും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സന്തോഷവാന്മാരും സന്തോഷവതികളുമായി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും സന്തോഷവാന്മാരും സന്തോഷവതിമാരും ആയിരിക്കണമെന്ന് ക്രിസ്തുവിൽ ആശിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ വചനമൊന്ന് ചേർന്ന് പറയാമോ? എപ്പോഴും ചിരിച്ച മുഖത്തോടെ, നല്ല ഹൃദയ സന്തോഷത്തോടെ പറയണം. നമ്മുടെ അകത്ത് കർത്താവ് സന്തോഷം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ സാമ്പത്തിക ഞെരുക്കമുണ്ടാകാം, ശരീരത്തിൽ രോഗമുണ്ടാകാം, വിവിധ വിഷയങ്ങളുടെ നടുവിൽ നാം പ്രതിസന്ധിയിലായിരിക്കാം. എന്നാൽ രക്ഷയുടെ സന്തോഷം ഇതുകൊണ്ടൊന്നും കെട്ടുപോകുന്നതല്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും സന്തോഷവാന്മാരായിരിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പുറമറ്റത്തുള്ള ദൈവസഭയെ സ്ഥാപിച്ചത് കർത്താവാണ് എത്ര പേര് വിശ്വസിക്കുന്നു? അങ്ങനെങ്കിൽ ഈ സഭ വളരും. ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എല്ലാ ഞായറാഴ്ചയും വന്നിട്ടൊന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ അതൊരു വളർച്ച തന്നെയാണ്. ആമേൻ. ദൈവത്തിന്റെ സഭ എന്ത് ചെയ്യും? തളരുകയല്ല, വളരും. ഞാൻ എൻ്റെ സഭയെ പണിയും. അതിനൊരു ഓപ്പോസിറ്റ് വേർഡ് യേശു പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് സഭയെ കർത്താവ് പണിയും. ഇവിടെ നടക്കുന്ന ഈ ആരാധനയിലേക്ക് ഇനിയും കുടുംബങ്ങൾ ചേർന്ന് വരാൻ പോവുകയാണ്. അതെത്ര പേര് വിശ്വാസത്താൽ കാണുന്നുണ്ട്? ഒരു ഉണക്ക യോഗം ഇവിടെ ഞായറാഴ്ച കുറച്ചു നേരം നടക്കുന്നു എന്നുള്ള സങ്കല്പം ആരിലും കയറരുത്. രോഗശാന്തി വേണ്ടവർ ഇവിടെ വാ. ഇവിടെയുള്ള കൂട്ടായ്മയിലുണ്ട്. മനസ്സമാധാനമില്ലാത്തവർ ഇവിടെ വാ. ഇവിടെ സമാധാനത്തിന്റെ ദൂതുണ്ട്. ആമേൻ. രോഗികൾ ഇവിടെ വരട്ടെ. ഇവിടെയുള്ള ആരാധനയിൽ സൗഖ്യമുണ്ട്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. ഇവിടെ വാ മോനെ. ഇവിടെ ആത്മാവിലുള്ള ആരാധനയുണ്ട്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഭാവിയിലെ ഇത് പല ഭാഷകളിലുള്ള ആരാധന വേണം. വരും തലമുറ നമ്മുടെ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് സർവീസ് വാ. ഇവിടെ ഉണ്ടാകണം. ഹിന്ദി സർവീസ് ഇവിടെ ഉണ്ടാകണം. സ്തോത്രം. ആമീനൊക്കെ കുറയുന്നല്ലോ. സ്തോത്രം. എല്ലാവർക്കും അങ്ങനെ ഈ വചനം വിടാത്ത, ഒന്നും കൂടെ തെളിച്ചു പറയാം, ഈ വചനത്തിന്റെ ഉപദേശത്തിന്റെ അതിരിന്റെ ഉള്ളിൽ നിൽക്കുന്ന എല്ലാ ഐറ്റവും ജനത്തിന് അനുഭവിക്കാൻ പറ്റുന്ന ആമേൻ ഒരു ആരാധനയുടെ അറ്റ്മോസ്ഫിയർ എത്ര പേര് ഇവിടെയുള്ള സഭായോഗത്തിൽ കൂട്ടായ്മയ്ക്കകത്ത് വിശാലമായി കാണുന്നുണ്ട്? കർത്താവ് നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ സങ്കീർത്തനത്തിനായി സ്തോത്രം. സങ്കീർത്തനങ്ങൾ 25 നാം വാക്യപ്രതിവാക്യങ്ങളായി ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. ആ സങ്കീർത്തനത്തിന് അകത്തു നിന്ന് പ്രകാശനം നൽകിയ ദൂതിലേക്ക് പ്രവേശിപ്പാൻ, സങ്കീർത്തനത്തിനകത്തൂടെ പ്രവേശിപ്പാൻ കൃപയിൽ ശരണപ്പെടുന്നു. എടുക്കാം. സങ്കീർത്തനങ്ങൾ 25 3-ാമത്തെ വാക്യം. നിന്നെ കാത്തിരിക്കുന്നവ ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. സ്തോത്രം. ഈ വാക്യത്തിലേക്ക് ഞാൻ പ്രവേശിപ്പാൻ കൃപയിൽ ശരണപ്പെടുകയാണ്. ഇവിടെ ഒരു തീം കൊണ്ടുവന്നിട്ടുണ്ട്. ആ തീം ഇതാണ്, കാത്തിരിപ്പ് എന്നുള്ളതാണ്.
BC 1000 ജീവിച്ചിരുന്ന ദാവീദ് തൻ്റെ തൂലിക തുമ്പിൽ നിന്ന് പിറന്നു വീണ ഈടുറ്റ മികവുറ്റ തികവുറ്റ ഒരു പ്രയോഗം. യഹോവയെ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യില്ല? വായിച്ചേ ആ വാക്യം. ആ വാക്യം ഒരാൾ വായിച്ച് സഹായിച്ചേ. കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകത്തില്ല. ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും കാത്തിരിക്കുന്ന സംഘത്തെ, വ്യക്തികളെ, കുടുംബത്തെ കാണാം. ഓൾഡ് ടെസ്റ്റ്മെന്റ് പഴയ നിയമത്തിൽ കാത്തിരിക്കുന്ന ഇസ്രായേൽ സഭ അവരുടെ കാത്തിരിപ്പിന്റെ പ്രമേയം അടുക്കിനുണ്ട്. അതിനകത്തെ ഒരു പ്രയോഗമാണ് യഹോവയെ കാത്തിരിക്കുന്നവർ. അവർ കാത്തിരുന്നു യഹോവയെ, അവർ കാത്തിരുന്നു മശിഹയെ, അവർ കാത്തിരുന്നു ദാവീദ് പുത്രനെ. അവരുടെ കാത്തിരിപ്പ് അത് വിസ്തൃതിയുള്ളൊരു പ്രമേയമാകയാലും ഈ സഭ പുതിയ നിയമ ഉപദേശ അധിഷ്ഠിതമായ പുതിയ നിയമസഭയാകയാലും പുതിയ നിയമ സന്ദേശത്തിലേക്ക് വരാൻ കൃപയിൽ ശരണപ്പെടുന്നു. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ കുഴഞ്ഞ ഒരു ഉപദേശമല്ല നമ്മുടേത്. പഴയ നിയമഗ്രന്ഥത്തിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ളതും പുതിയ നിയമത്തിൽ ആമൽ നിഴലിനപ്പുറമായി പൊരുളായി വെളിപ്പെട്ടിരിക്കുന്നതുമായ ഒരു പുതിയ നിയമ ഉപദേശത്തിന് കീഴിലാണ് ദൈവസഭ. ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഈ രണ്ട് നിയമം, കുറച്ച് നിയമങ്ങൾ പഴയ നിയമത്തിൽ പുസ്തകത്തിൽ നിന്നല്ല, ശ്രദ്ധിച്ച് കേൾക്കണം. നിയമം ഞാൻ പറയാം, അത് മനസ്സിലാകാൻ. ഒരുത്തനെ കല്ലെറിഞ്ഞു കൊല്ലണം, അത് നിയമമല്ലേ? ആ നിയമം ഇവിടെ ഈ മുറ്റത്തോട്ട് നിർത്തി അങ്ങോട്ട് നടപ്പിൽ വരുത്തി എങ്ങനെ ഇരിക്കും? അതിനകത്തെ കുറച്ച് അടർത്തിയെടുത്ത് നമുക്ക് പറ്റിയത് കല്ലെറിഞ്ഞു കൊള്ളുന്നൊക്കെ മാറ്റി വെച്ചു. കല്ലൊക്കെ കൊള്ളാൻ വയ്യ. അതിനകത്തെ കുറച്ചും പുതിയ നിയമത്തിലെ കുറച്ചും കൂടെ കുഴച്ചാൽ ഈ ചില ആഹാരങ്ങൾ തമ്മിൽ ചേർത്താൽ ചത്തുപോകുകയാണ്. അതിൻ്റെ പേരാണ് വിരുദ്ധാഹാരം. ഒന്നും കൂടെ പറഞ്ഞാൽ അത് പോയിസനാണ്. ക്ലിയറായൊരു പുതിയ നിയമോപദേശമുണ്ട്, അതിലേക്ക് വരിക. അപ്പോസ്തോലികവും കാതോലികവും ശ്ലൈകികവുമായിരിക്കുന്ന ദൈവസഭ, ആ സഭ കാത്തിരിക്കുന്ന കൂട്ടമാണ്. കാത്തിരിപ്പ് എന്നൊരു യോഗം, എന്ന തലക്കെട്ടോടുകൂടെ ഒരു യോഗം 100 കൊല്ലം കഴിഞ്ഞിരിക്കുന്ന IPC-ക്കാർക്കും പെന്തക്കോസ്തുകാർക്കും, ക്രൈസ്തവ കൈരളിയിലെ പെന്തക്കോസ്തുകാർക്ക് അങ്ങനൊരു യോഗം ആരംഭകാലത്തുണ്ടായിരുന്നു. ആ യോഗത്തിൽ ആളുകൾ വരും, ഇരിക്കും. ആ യോഗത്തിന് പല പ്രത്യേകതകളുണ്ട്. ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പിണക്കുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റുപറയും. കുറവുകളൊക്കെ ദൈവത്തോട് ഏറ്റുപറയും. കാത്തിരിക്കുകയാണ് കൃപകൾക്ക് വേണ്ടി. ആ യോഗം അതിൻ്റെ പേര് മാറി, വക മാറി, രൂപം മാറി, കുറഞ്ഞുപോയി. എന്നാൽ കാത്തിരിപ്പ എന്ന പ്രമേയം കാതലായ പ്രമേയമാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ 1-2 വാക്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ഇവിടെ ഒന്ന് വായിച്ചു. യേശു ശിഷ്യന്മാരോട് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിനോടുള്ള
പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. പറ്റുന്നവരൊക്കെ കാത്തിരിക്കണമെന്നല്ല, കഴിയുന്നിടത്തോളം എല്ലാവരും കാത്തിരിക്കണമെന്നല്ല. നിങ്ങൾ കാത്തിരിക്കണം. ഒരു തീർച്ചാപ്രയോഗം. ഇനി ആ വാക്കിന്റെ കട്ടി അടുത്ത വാക്യത്തിൽ 5-ാം വാക്യത്തിൽ കൂടുക. വായിച്ചോ. പറഞ്ഞെന്നല്ല, ഒന്ന് ചേർന്ന് പറയാവോ? കൽപ്പിച്ചു. എന്തോ? കൽപ്പിച്ചു. അപ്പോൾ കാത്തിരിപ്പ എന്നുള്ളത് യേശുവിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. ആരോടുള്ള കൽപ്പന? ശിഷ്യരോടുള്ള കൽപ്പന. എന്ത്? കാത്തിരിക്കുക. പിതാവിങ്കിൽ നിന്നുള്ള വാഗ്ദത്തം. എന്നോട് നിങ്ങൾ കേട്ടത് എന്താ? ഞാൻ പോയ ശേഷം സകല സത്യത്തിലും വഴി നടത്തേണ്ടതിന് കാര്യസ്ഥനെ അയക്കും. യേശു അത് പറയുന്നതിന് മുമ്പ് തന്നെ ഈ കാലത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. അതിന്റെ തെളിവ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 16-ാം വാക്യമാണ്. ഒന്ന് വായിച്ചോ. ഇത് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഏത്? 2:1 ആത്മനദിക്കകത്ത് മുങ്ങിപ്പൊങ്ങിയവരെല്ലാം ഉച്ചരിച്ചു, അവരെല്ലാവരും അന്യഭാഷയിൽ പറഞ്ഞു തുടങ്ങിയവരെ സ്തോത്രം. കുറെ ആൾക്കാർ വന്ന് വട്ടം നിന്ന് നോക്കി തുടങ്ങിയവരെല്ലാം ഇതിനെക്കുറിച്ച് കമന്റ് പറഞ്ഞു തുടങ്ങി. അങ്ങനെ പറഞ്ഞു തുടങ്ങിയവരോട് പത്രോസ് മറുപടി പുസ്തകത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങി. പിടികിട്ടിയെങ്കിൽ കരമുയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റ. ഹല്ലേലൂയ. എന്താ ആ പ്രയോഗം? സ്തോത്രം. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാന്ന് തോന്നുന്നല്ല, അത്രേ. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഓൾഡ് ടെസ്റ്റമെന്റിൽ ദൈവം വാഗ്ദത്തം ചെയ്ത യോവേലിലൂടെ പറഞ്ഞത് എന്താണത്? അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ഐ വിൽ pour of my spirit all flesh. സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ എന്ത് ചെയ്യും? പകരും. അപ്പോൾ ഇത് അതാണ്. ഏത്? ജഡത്തിന്റെ മേൽ ആത്മാവിനെ പകരുന്നതാണ്. ഏത്? അപ്പോസ്തല പ്രവൃത്തി 2-ലെ സംഭവം. ഇത് ജഡത്തിന്റെ മേൽ പകരുന്നതാണ്. 120 പേരുണ്ടായിരുന്നു ആ കൂടി വന്നത്. അവരെല്ലാം ഒരുക്കപ്പെട്ടവരായിരുന്നു. 120 പേർ അടങ്ങിയ സംഘത്തിന്റെ മേലാണ് പകർന്നതെങ്കിൽ അവരെല്ലാം മേൽ പകരാൻ മെയ് ഏൽപ്പിക്കപ്പെട്ടവരായിരുന്നു. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? മേൽ പകരാൻ മെയ് ഏൽപ്പിക്കപ്പെട്ടവരായിരുന്നു. മെയ് എന്ന് പറഞ്ഞാൽ മെയ് മാസമല്ല, ശരീരത്തിൻ്റെ ഒരു പര്യായ പ്രയോഗം പറഞ്ഞതാണ്. നെയ്യ് എന്ന് പാസ്റ്റർ യോഗത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞെന്നൊക്കെ ഒന്നും പറയരുത്. ഞാൻ പറഞ്ഞ മെയ് എന്നാണ്. ഈ മെയ് ഇംഗ്ലീഷ് മെയ് അല്ല, മാസത്തിലെ മെയ് അല്ല, ഈ ശരീരം ഏൽപ്പിച്ചു. ആര്? കൂടിയിരുന്നവര്. ഇന്നിവിടെ കൂടിയിരുന്ന എത്ര പേര് അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്? ഹല്ലേലൂയ, 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 ആമേൻ. ആ ഏൽപ്പിക്കപ്പെട്ടവര് അതിനെ പ്രാപിച്ചു. ഇന്ന് പകലിൽ അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട സംഘം എവിടെ ഉണ്ടെങ്കിൽ അവരെ കർത്താവ് നിറയ്ക്കുന്ന പകലാണിത്. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. ചുമ്മാ കാത്തിരിപ്പല്ല, ഏൽപ്പിക്കപ്പെട്ട് കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഈ സഭായോഗത്തിനകത്ത് എത്ര പേരുണ്ട്? ഇവിടെ കൂടി വന്നിരിക്കുന്ന എത്ര പേരുണ്ട്? അവൻ ഏൽപ്പിക്കപ്പെട്ട് കാത്തിരിക്കുന്നവരെ
അവരുടെ മേൽ അവൻ പൊഴിഞ്ഞിറങ്ങുന്ന മഞ്ഞ് പോലെ, അവരുടെ മേൽ പെയ്തിറങ്ങുന്ന മഴ പോലെ, അവരുടെ മേൽ ആമയേകുന്ന ഇളങ്കാറ്റ് പോലെ അവരുടെ മേലേക്ക് ദൈവത്തിൻ്റെ അസാധാരണമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവൻ പെയ്തിറങ്ങും. ഏൽപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി. ഏൽപ്പിക്കപ്പെടുന്നവർ ഇവിടെ ഉണ്ടോ? ഈ കാത്തിരിപ്പ് എന്ന് പറഞ്ഞ ഇരിപ്പ്, നമ്മള് ബസ് യാത്ര ചെയ്യുമ്പോൾ ധാരാളം കാത്തിരിപ്പ് കേന്ദ്രങ്ങളുണ്ട്. ആ കാത്തിരിപ്പ് കേന്ദ്രത്തിന് ഇങ്ങനെ പറയുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം. അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവരുടെ വണ്ടി വരുന്ന ഭാഗത്തോട്ട് ഇങ്ങനെ കണ്ണുണ്ട്, അല്ലേ? അല്ലാതെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കാലിൻ്റെ മുകളിൽ കാലും കയറ്റി ഇങ്ങനെ നോണ്ടിക്കൊണ്ടിരുന്ന ബസ് പോകും. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനകത്ത് കാത്തിരിക്കുന്നവനെയും ചുമ്മാതിരിക്കുന്നവനെയും, അല്ലേ, കാത്തിരിക്കുന്നവനെയും ചുമ്മാതെ അവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് കയറി മെനക്കേടുകാരൻ കയറിയിരിക്കുന്നതും കണ്ടാൽ അറിയാം ഇവൻ കാത്തൊന്നുമല്ല ഇരിക്കുന്നത്. കാത്തിരിക്കുന്നവന് അവനൊരു കണ്ണുണ്ട് അങ്ങോട്ട്. കാത്തിരിക്കുന്നവൻ്റെ മനസ്സ് അതിൽ ഏകാഗ്രതമാണ്. അങ്ങനെ കാത്തിരിക്കുന്നവൻ, ഹല്ലേലൂയ, ഇന്ന് എന്ന പോലെ അല്ല, അതിലുപരിയായി ഇന്ന് ഈ ആരാധനയ്ക്കകത്ത് 9 കൃപാവരങ്ങളിലേക്ക് കണ്ണുവെച്ച് അവൻ ഹൃദയം അതിലേക്ക് അടുപ്പിച്ച് കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? കാത്തിരിക്കണം. കാത്തിരിക്കുന്നവർ, ഒരു പഴയ നിയമ വാക്യമുണ്ട്, ശക്തിയെ സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. കാത്തിരുന്നാൽ ശക്തിക്ക് പുതുക്കം. 1972 ഞാനൊന്ന് ശക്തിപ്പെട്ടതാണ്. അന്നൊക്കെ ചീലാതി മുട്ടോളം ഞാൻ ചാടിയതാണ്. കഥയൊക്കെ പിള്ളേരോട് പറയുന്നു, മക്കളെ ഞാൻ ചാടിയതിൻ്റെ അത്രയൊന്നും നീ എന്ത് ചെയ്തിട്ടില്ല. 1.5 ചാട്ടമായിരുന്നു. സ്തോത്രം. അന്ന് പ്രാപിച്ച ശക്തിയുടെ കഥ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് പറയാൻ കഥയുണ്ട്. എന്നാൽ ഈ ശക്തിക്കൊരു കുഴപ്പമുണ്ട്, അത് പുതുക്കിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അതിനൊരു പുതുക്കം വേണം. ആമേൻ. 100 കൊല്ലത്തിന് മുമ്പ് ശക്തിപ്പെട്ട സഭയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് കാര്യമില്ല. ഇന്നിന്റെ ഒരു പുതുക്കം വേണം. അതിന് കാത്തിരിക്കുന്നവർ ഇവിടെ വേണം. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അതൊരു ഓൾഡ് ടെസ്റ്റ്മെന്റിലെ വാക്യമാണ്. യെശയ്യാ ദീർഘദർശിയും പറഞ്ഞിട്ടുള്ളത് വിക്കി വിക്കി പറയുന്ന അധരങ്ങളാൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആമേൻ. യെശയ്യാ പ്രവചനം 28:11 അന്യഭാഷാ ഭാഷണത്തെ കുറിച്ച് അവിടെ പരാമർശിച്ചിട്ടുണ്ട്. രണ്ടാമത് നാം കാത്തിരിക്കുന്നത് എന്താണ്? തെസ്സലോനിക്ക ലേഖനം അതിന് 1-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുക. യേശു ആമേൻ സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുക. ഈ കാത്തിരിപ്പ്, അവർ കാത്തിരിക്കുന്ന വിധം കൊരിന്ത്യ ലേഖനം 1-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 7-8 വാക്യങ്ങളിലുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നു. അപ്പോൾ ഈ കൃപാവരങ്ങളിൽ കുറവില്ലാത്തവരായി, കൃപാവരങ്ങളാൽ അലങ്കൃതയായി നിൽക്കുന്ന പ്രാദേശിക സഭ, കൊരിന്ത് സഭ കാത്തിരുന്നത് എന്താണ്? കർത്താവിൻ്റെ പ്രത്യക്ഷതയാണ്. സ്തോത്രം. അപ്പോൾ കാത്തിരുന്ന് കൃപാവരം പ്രാപിച്ചവർ, കാത്തിരുന്ന് ആത്മസ്നാനം പ്രാപിച്ചവർ, കാത്തിരുന്ന് ശക്തി പുതുക്കിയവർ, അവരെങ്ങനെ കാത്തിരിക്കുന്നത്? ആമേൻ, യേശുവിൻ്റെ വരവിനെയാണ്. ആ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ കുറിച്ച് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പ്രത്യാശ നിവർത്തി
ആത്മാവിനാൽ കാത്തിരിക്കുന്നുവെന്നാണ്. പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി നമുക്ക് ഒരു പ്രത്യാശ നമുക്ക് ഉണ്ടാകത്തില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ട, എനിക്ക് പ്രത്യാശ ധാരാളമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അത് അബദ്ധ ജഡിലമായ ചിന്തയാണ്. സ്തോത്രം. നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവില്ലേ, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവില്ലേ, ആ ദൈവാത്മാവാണ് നമുക്ക് റിസ്ട്രക്ഷൻ നൽകാൻ. നമ്മൾ മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് റിസ്ട്രക്ഷൻ നൽകാൻ പോകുന്നത്, നമുക്ക് പുനരുത്ഥാനം നൽകാൻ പോകുന്നത് ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. ഹല്ലേലൂയ. എന്നിലുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ, ഞാൻ കാത്തിരുന്ന് പ്രാപിച്ച ദൈവത്തിന്റെ ആത്മാവിനാൽ എന്നിൽ സംഭവിക്കാൻ പോകുന്ന സമൂലമായ മാറ്റത്തിൻ്റെ ആ വലിപ്പം നമ്മൾ ഇന്ന് പകൽ ഈ മീറ്റിങ്ങിനകത്തിരുന്ന് ഗ്രഹിക്കുന്നുണ്ടോ? കാത്തിരിപ്പീൻ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. 6 പേര് പുറമറ്റ സഭയിൽ നിന്ന് സ്നാനപ്പെടേണ്ടതിന് തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ഇന്നും നമുക്ക് എന്ത് ചെയ്യാം? തീരുമാനം കേൾക്കാം. സ്തോത്രം. ആ തീരുമാനം അറിയിച്ചവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങിയതിന് ശേഷം, അത് അടുത്ത ആഴ്ച കർത്താവിന് വെച്ചാൽ നടക്കും, അതിനുശേഷം നിങ്ങൾ കാത്തിരിക്കണം. കാത്തിരിക്കണം. ഹല്ലേലൂയ. കാത്തിരിക്കാൻ ആര് പറഞ്ഞു? ഇന്നത്തെ സഭായോഗത്തിൽ ഞങ്ങളുടെ ഉപദേശി അലറി പറഞ്ഞു. അല്ല, ആര് പറഞ്ഞു? അപ്പോസ്തല പ്രവൃത്തി 1:4-5 അടിസ്ഥാനത്തിൽ യേശു പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? കൽപ്പിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെയുള്ള പെന്തക്കോസ്തുകാരോട് ഞാൻ ആത്മനിയോഗത്തോട് ദൂത് കൈമാറുന്നു. അവൻ കാത്തിരിക്കുക എന്നുള്ള ആ നിലയിലേക്ക് വരേണ്ടത് അവൻ ഒരു അഴകുഴമ്പൻ അയഞ്ഞ നിലപാടല്ല. അത് യേശുവിൻ്റെ ഉപദേശമായി, യേശുവിൻ്റെ കൽപ്പനയായി, ആധികാരികമായ കൽപ്പനയായി മനസ്സിൽ കുറിക്കൊണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ മുഴങ്ങാൽ മടക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരെ നിറയ്ക്കാൻ കർത്താവ് ഇവിടെ ഉണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കള് ഒന്ന് ഏൽപ്പിക്കപ്പെടാമോ? എൻ്റെ ശുശ്രൂഷയുടെ അടുത്തൊരു ലെവൽ എനിക്ക് വേണം. ആമേൻ. എൻ്റെ മേലുള്ള ശക്തിയുടെ അടുത്തൊരു ലെവലിലേക്ക് എനിക്ക് ശക്തി പ്രാപിക്കണം. അടുത്തൊരു ലെവലിലേക്ക് എൻ്റെ ഭാഷകൾ, എൻ്റെ നാവിലെ ഭാഷകളിൽ വർധനവുണ്ടാകണം. എൻ്റെ പ്രാർത്ഥനയുടെ ലെവൽ മാറണം. എനിക്കൊരു ആത്മീക വർധന ആവശ്യമാണ്. എത്ര പേർക്ക് ഇന്ന് അങ്ങനെ ഒരു വാഞ്ച അകത്തുണ്ട്? വാഞ്ചിതർ പുറമറ്റത്തുണ്ടോ? വാഞ്ചിതർ ഇന്ത്യൻ സഭയ്ക്കകത്തുണ്ടോ? എനിക്ക് ഒരു ആത്മീക വർധന വേണമെന്ന് എത്ര പേര് താല്പര്യപ്പെടുന്നുണ്ട്? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? ആ കരങ്ങളെ ദൈവം ഒന്ന് കാണട്ടെ, കർത്താവ് ഒന്ന് കാണട്ടെ. ഒരു വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ കരങ്ങൾ ഉയർന്നു നിൽക്കട്ടെ. സ്വർഗസ്ഥ പിതാവേ, പുത്രന്റെ നാമത്തിൽ അടുത്ത് വരികയാണ്. അവൻ കാത്തിരിക്കേണ്ടതിന് ഉള്ള ആഹ്വാന വചനം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഈ വചനം ഞങ്ങൾ സ്വീകരിക്കുന്നു. കർത്താവേ, അടുത്തൊരു ലെവലിലേക്ക് ശുശ്രൂഷയിൽ കയറി വരാൻ, അടുത്തൊരു ലെവലിലേക്ക് കൃപാവരങ്ങളിൽ ജ്വലിക്കാൻ, അടുത്തൊരു ലെവലിലേക്ക് ആമൻ ശക്തിയെ പുതുക്കാൻ, അടുത്തൊരു ലെവലിലേക്ക് ആത്മപൂർണരായി മാറാൻ, അടുത്തൊരു ലെവലിലേക്ക് ആത്മശക്തിയുടെ പ്രദർശനശാലിയായി മാറാൻ, അടുത്തൊരു ആമൻ നിലയിലേക്ക് അന്യഭാഷയുടെ ഭാഷകൾക്ക് വർധനമുണ്ടാകാൻ, അടുത്തൊരു ലെവലിലേക്ക് ശുശ്രൂഷയിൽ കയറി വരാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. സമർപ്പിക്കുന്നു കർത്താവേ. സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, അങ്ങനെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. അവർക്ക് ഒരു ആത്മീക വർധനവ് ഈ ആണ്ടിന്റെ അവസാന സമയത്ത് ഈ വാഞ്ചിതരുടെ മേൽ ദൈവം പകരണമേ. ഈ കൃപാവരങ്ങളെ വാഞ്ചിച്ച് കരമുയർത്തിയവരുടെ മേൽ കർത്താവ് പകരണമേ. ഉയരത്തിൽ നിന്ന് എലീശയുടെ മേലിലേക്ക് വീണ ഒരു പുതപ്പിന്റെ പിൻകാല അനുഭവം ഈ ജനത്തിന്റെ മേൽ
ഉണ്ടാകേണ്ടതിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവന് അനുഭവം ഉണ്ടാകട്ടെ. അവൻ ഒരു ആത്മീക വർധനവിലേക്ക് പരിശുദ്ധാത്മാവ് കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.